lack of proteins and vitamins and all. Vitamin and protein ഒക്കെ കുറഞ്ഞുകൊണ്ടുള്ള അസുഖങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം വായിക്കുകയായിരുന്നു അല്ലേ? But the first one is vitamin A, night blindness. That means we cannot see in the dim light at night. For that we have to use food like butter, ghee, milk, curd, green leafy vegetables, fish, yellow pumpkins, egg yolks, papaya, tomatoes, carrots, and mangoes. Then second one was vitamin B1, that is berry, that affects our nervous system. Narambugale badikina nervous system. It causes for the heart diseases and we will lose our appetite. Appetite means hungry. We will lose our hungerness. That means we will not feel like eating. If we feel, when we eat usually when we feel hungry, isn't it? So if we don't have appetite or hungry, we will not eat food properly. നമുക്ക് വിശപ്പുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് സാധാരണ അല്ലേ? അപ്പം നമുക്ക് അപ്പറ്റൈറ്റ് നഷ്ടപ്പെട്ടു, അതായത് വിശപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കണം തോന്നത്തില്ല. So we will not eat food. അതാണ് അതിന്റെ ലക്ഷണങ്ങൾ, ആ അസുഖമാണ്. Next, for that we have to eat cereals, beans, peas and other pulses, yeast, unpolished rice. Next one is vitamin C, that is scurvy, swelling, infection and bleeding of gums. Scurvy means നമ്മുടെ കാലൊക്കെ വളഞ്ഞിരിക്കുന്നത് പോലെയും ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാകുന്നത്, അങ്ങനെ മുറിവൊക്കെ ആയി കഴിഞ്ഞാൽ ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള സ്കർവി സ്വെല്ലിങ്സ്. For that we have to eat oranges, lemons, limes, melons, pineapples, tomatoes, cabbages, yams, sprouted grains. അതായത് ഇപ്പം നമുക്കറിയാം കൊറോണയെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി നമ്മൾ എന്ത് കഴിക്കണം എന്ന് പറയുന്നത് വിറ്റമിൻ സിയുടെ ടാബ്ലറ്റ്സ് ആണ് കൊറോണ പേഷ്യൻസിനൊക്കെ കൊടുക്കുന്നത്. Those who are test positivity, അതായത് കൊറോണ ടെസ്റ്റ് നടത്തിയിട്ട് if it is positive, they will give us only actually for coronavirus, for corona sickness, there is no medicine for that. So we have to get a immunity power for that. For that they are giving us only few paracetamols if we have fever. Otherwise they are giving only vitamin tablets, vitamin C tablets, and we have to eat proper food. ഇതാണ് കൊറോണയ്ക്ക് വന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന മരുന്ന് എന്ന് പറഞ്ഞാൽ പനിച്ചാൽ കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ തൊണ്ടവേദനയോ അങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ളവർക്ക് അതിനുള്ളൊരു മരുന്ന്, ആ വേദന കുറയാൻ വേണ്ടി, അല്ലെ പനിക്ക് പാരസിറ്റാമോൾ അങ്ങനെയുള്ള മരുന്ന് കൊടുക്കും. പിന്നെ തരുന്ന മരുന്നെന്ന് പറഞ്ഞാൽ നമ്മളോട് കഴിക്കാൻ പറയുന്നത് വിറ്റമിൻ സി തരും, ടാബ്ലറ്റ് തരും. പിന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക, ലീഫി വെജിറ്റബിൾസ്, സോർ ഫ്രൂട്ട്സ്, അതായത് പുളിപ്പുള്ള നമ്മുടെ ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, ലെമൺ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പറയും. പിന്നെ ഹോട്ട് വാട്ടർ, ഇതൊക്കെയാണ് ഇപ്പോൾ തരുന്ന മെഡിസിൻസ് ഫോർ ദാറ്റ്. Okay, so vitamin C we will get from oranges, lemons, limes, melons, pineapples, tomatoes, cabbages, yams, sprouted grains. What is sprouted grains? What is the meaning of sprouted grain? Sprouted grain എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച ധാന്യങ്ങൾ. അതായത് നമ്മളറിയാം, നിങ്ങൾ ബിഗിനിങ് ഓഫ് ദ ക്ലാസ് ഐ ആസ്ക്ഡ് യു ടു സ്പ്രൗട്ട് ദ ഗ്രെയിൻസ്. ചെറുപയറൊക്കെ മുളപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞ ഓർക്കുന്നുണ്ടോ? ആൻഡ് ആ സ്പ്രൗട്ടഡ് ഗ്രെയിൻസ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അല്ലേ? ഫുഡാക്കി കഴിക്കാൻ പറഞ്ഞായിരുന്നു, അതായത് കറി പോലെയോ അല്ലെങ്കിൽ വെറുതെയോ അങ്ങനെയൊക്കെ കഴിക്കാൻ പറഞ്ഞായിരുന്നു. ദറ്റ് ഈസ് റിച്ച് ഇൻ വിറ്റമിൻ സി, വെരി ഗുഡ് ഇറ്റ് ഈസ്. സോ നമുക്ക് സ്കർവി സ്വെല്ലിംഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫുഡ് നിങ്ങൾ കഴിക്കണം. നെക്സ്റ്റ് വിറ്റമിൻ ഡി. Rickets, bones become soft and out of shape. Rickets means a diseases that will cause for our bones to become soft. Otherwise, please listen. ഈ റിക്കറ്റ്സ് എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് നമ്മുടെ കാലിന്റെയും കൈയുടെയും ഒക്കെ എല്ലുകൾ വളരെ സോഫ്റ്റ് ആകും. വളരെ സോഫ്റ്റ് ആയിട്ട് ഇറ്റ് ബിക്കംസ് ഷേപ്പ്ലെസ്. Now see our bones are straight, isn't it? നമ്മുടെ കൈയുടെ ഒക്കെ എല്ല് നോക്കിക്കേ, കാലിന്റെ ഒക്കെ നോക്കിയേ, സ്ട്രെയിറ്റ് ആയിട്ടില്ലേ? നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ആണ്, സ്ട്രോങ് ആണ് അല്ലേ? ഇറ്റ് ബിക്കംസ് വെരി സോഫ്റ്റ്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ എല്ലുകളൊക്കെ ഇങ്ങനെ വളഞ്ഞിരിക്കും. വെയിറ്റ്, ലെറ്റ് മീ ട്രൈ ടു ഷെയർ എ സ്ക്രീൻ. ഡോണ്ട് ഡ്രോ ആൻഡ് ഓൾ. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തു അല്ല നോക്കട്ടെ. സ്കർവി.
Can you see this? See, our legs and all will become shapeless. Means legs and all are not strong. It becomes soft. Soft ആകും നമ്മുടെ കാലിന്റെ ഒക്കെ എല്ലുകൾ. നമുക്ക് ഇതായി കുഞ്ഞൊക്കെ നടക്കുന്ന കാലും ഒക്കെ വളഞ്ഞിരിക്കുന്ന നമ്മൾ നടക്കുന്ന നമ്മുടെ കാല് should be straight, isn't it? Straight ആയിരിക്കും. ഇതാ ഈ കുഞ്ഞിന്റെ ഒക്കെ കാല് നോക്കിയ പാവം like this way our bones will be there. ഇങ്ങനെ വളഞ്ഞു പോകും. So അങ്ങനെ ആകണോ നിങ്ങളുടെയൊക്കെ ബോൺസ്? So that in not okay, you don't want it to be like this way. Okay, then in order not to be like this, you have to eat milk, cheese, eggs, and sun bath also helps. What is the meaning of sun bath? Sun bath എന്ന് പറയുമ്പോൾ എന്താണ്? sun bath എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല അല്ലേ? വെയിൽ കൊള്ളണം നമ്മൾ. അതായത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ സായിപ്പന്മാരൊക്കെ ഈ കടൽ തീരത്ത് പോയിട്ട് ഇങ്ങനെ കിടക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടോ? ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടോ? കോളം ബീച്ചിലൊക്കെ കണ്ട് ദാറ്റ് ഈസ് എ സൺ ബാത്ത്. അതായത് നമ്മൾ വെയിൽ കൊള്ളുന്നത്, പോയിട്ട് വെയിൽ കൊള്ളുന്നത്. നമുക്ക് അത്ര ആവശ്യമൊന്നുമില്ല, കാരണം വി ഗെറ്റ് സഫിഷ്യന്റ് സൺലൈറ്റ് ആൻഡ് ഓൾ. ഓക്കെ, സോ അത് മാത്രം പോരാ, വി ഹാവ് ടു ടേക്ക് മിൽക്ക്, ചീസ്, എഗ്സ് ആൻഡ് സൺ ബാത്ത് ഓൾസോ ഹെൽപ്സ്. ഓക്കെ, സ്കർവി കണ്ടോ? അതായത് ഇങ്ങനെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ വിറ്റമിൻ സിയില് നമുക്ക് സ്കർവി എന്ന് പറയുന്ന നമ്മുടെ പല്ലിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ബ്ലഡ് വരുന്നുണ്ടോ? ബ്ലീഡിങ് ഉണ്ടാകും. പല്ലൊക്കെ കണ്ടോ? Can you see this and all? Do you want to be like this way? ഇങ്ങനെയൊക്കെ ആകണം നിങ്ങളുടെ വായും ഇതൊക്കെ. See this and all, see? Okay. Rickets. Next one is iodine. Next one is iodine. Iodine എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാവർക്കും എന്ത് സന്തോഷല്ലേ? പാവ ആ പിള്ളേർക്കൊക്കെ അസുഖം, പിള്ളേർക്കല്ലേ വലിയവർക്കും വരും കേട്ടോ. Don't think that only for children. For elders also will. So tell your mummy and daddy also. If they don't eat properly this type of foods and all this will happen for them also. And you people especially, I hope they have plenty of proteins and all. അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കും. നിങ്ങളെല്ലാം കഴിക്കാത്ത ആൾക്കാര് അപ്പൊ ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ വരും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് iodine. Goiter, swelling of a gland in throat. Do you know what is the meaning of goiter? Goiter എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങൊന്ന് കൈ പൊക്കിക്കേ. This is goiter. See, on this throat, on our throat, some extra growth will be there. തൊണ്ടയിൽ മുഴ വരുന്നുണ്ടോ? പിന്നെ ചിലതൊക്കെ നമ്മളുടെ ഇവിടെയൊക്കെ ചെറിയതൊക്കെ രീതിയിലുള്ള നമ്മൾ കണ്ടിട്ടുള്ളൂ. സി ഇറ്റ് വിൽ ബിക്കം ലൈക്ക് ദിസ് വെന്റോള്. നോക്കി എത്ര വലുതാണ്. സി ദിസ് വൺ യു സി ഹൗ ബിഗ് ഇറ്റ് ഈസ്. This is, oh my God, this and all, see. Okay, so goiter is swelling of a gland in throat. തൊണ്ടയിലുള്ള ഒരു ഗ്ലാൻഡ് വളരുന്നതാണ്, ഇങ്ങനെ വീർത്ത് വരുന്ന എക്സ്ട്രാ ഗ്രോത്ത്. And it can be prevented by using seafood, prawns, shrimps, etc. iodized salt. അതായത് സീ ഫുഡ് നമ്മളിപ്പം അത് പിന്നെ നമ്മൾ എല്ലാവരും തന്നെ ഏകദേശം കഴിക്കുന്നതാണ് അല്ലേ? കടലിലെ മീനൊക്കെ നമ്മുടെ വീട്ടിലൊന്നും മീൻ മേടിക്കാറില്ലേ? സോ സീ ഫുഡ് ആൻഡ് എസ്പെഷ്യലി prawns and shrimps, മത്തി, ചെമ്മീന്, അത് നമ്മള് കടലിലെ ഫുഡ്, കടലിൽ നിന്ന് പിടിക്കുന്ന മീനുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തിന്നു കഴിഞ്ഞാൽ നമുക്കിത്. പിന്നെ അയോഡൈസ്ഡ് സോൾട്ട്,
നമ്മുടെ വീട്ടില് സോൾട്ട് ഇല്ലേ, സോൾട്ട്. ഓക്കെ, യൂസിങ് ദിസ് വി നോ ദാറ്റ് സോൾട്ട് ഈസ് മെയ്ഡ് ഫ്രം സീ വാട്ടർ, isn't it? So goiter can be prevented by eating seafood and iodized salts. Next one is iron. ജോസി അവിടെ ഒന്നും ഇല്ല, തപ്പി നോക്കൊന്നും വേണ്ട. You have no goiter, don't worry. Next one is iron. ഇരുമ്പ്. ഇരുമ്പ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നു? Due to the lack of iron, we get anemia, less hemoglobin, blood cannot carry enough oxygen. Anemia. Anemia means, you know, anemia എന്ന് പറഞ്ഞാൽ വിളർച്ച. നിങ്ങളെയൊക്കെ കാണുമ്പോൾ അറിയാം അനീമിയ ഉണ്ടെന്ന്. എല്ലാം ഇങ്ങനെ വിളറിയിലിരിക്കുന്നത്, ഒന്നിനും തടിയൊന്നുമില്ല, എല്ലാം മെലിഞ്ഞ് തെളിഞ്ഞിരിക്കുന്നത്. എന്താ കണ്ണൊക്കെ കുഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. So anemia, less hemoglobin, blood cannot carry enough oxygen. അതായത് നമ്മുടെ ബ്ലഡ് പരിശോധിച്ചു കഴിഞ്ഞാൽ HB or hemoglobin will be very less. റുവൈസേ എവിടെ പോയി? ഒരു ഷെയർ മാത്രം ഇവിടെയുണ്ട്. ഓക്കെ, man, where did you go? Please unmute. Stuck ആണെന്ന് തോന്നുന്നു. എന്താ പറഞ്ഞേ, പറഞ്ഞോ റിവൈസേ. You can't hear? ഇനി പറയണ്ട, ബിക്കോസ് ഒന്നും കേൾക്കുന്നില്ല. Okay, anemia, less hemoglobin. Less hemoglobin means ബ്ലഡിലെ ഗ്ലോബിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത്. ലെസ് ഹീമോഗ്ലോബിൻ HB കുറയുന്നത്. ബ്ലഡ് cannot carry enough oxygen. So blood carries oxygen to the whole body. നമ്മുടെ ബോഡിയിൽ ഫുള്ള് ഓക്സിജൻ കൊണ്ടുപോകുന്ന ആരാണ്? ബ്ലഡ് ആണ്. ആ കപ്പാസിറ്റി കുറയും. Okay, so for that what we have to do? We have to eat egg yolks, meat, gar, raisins, dried fruits, bajra, spinach. So ഇനിയിപ്പൊ നിങ്ങൾ ഇതെല്ലാം കഴിക്കണം, അല്ലെങ്കിൽ ഇതാ ഇപ്പൊ ഈ അനീമിയ പിടിച്ചിരിക്കുമല്ലോ നിങ്ങളൊക്കെ. അനീമിയയിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ എന്തെല്ലാം കഴിക്കണം? എഗ് യോക്സ്, മീറ്റ്, ഗർ, റൈസിൻസ്, ഡ്രൈഡ് ഫ്രൂട്ട്സ്, ബജ്ര, സ്പിനാച്ച്, ഇലക്കറികളൊക്കെ നന്നായിട്ട് കഴിക്കണം. അതുപോലെ ഡ്രൈഡ് ഫ്രൂട്ട്സ്, ബജ്ര മീൻസ് I will show you. This is ബജ്ര. നമ്മുടെ ഇവിടെ ഇല്ല, നമ്മളിത് ഇവിടെ നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഇത് കൃഷി ചെയ്യുന്നത്. നമ്മൾ ചോളം എന്നൊക്കെ പറയല്ലേ, ധാന്യങ്ങൾ ഇങ്ങനത്തെ അങ്ങനത്തെ ഇതെല്ലാം നമ്മൾ കഴിക്കണം. പിന്നെന്താണ്? ഗർ, ജാഗരി, വെല്ലം. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഞാൻ കാണിച്ചെന്നായിരുന്നു. ഗർ, ജാഗരി മീൻസ് ഗർ മീൻസ് മധുരമുള്ള ഈ സാധനം അറിയാവോ? അപ്പൊ മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ വീട്ടിലേ വാങ്ങിക്കാറില്ലേ ഈ സാധനം? വെല്ലം. എന്തുവാ പറയുന്നത് നിങ്ങള്? ജാഗരി. ഓക്കെ, അങ്ങനെ എന്തോ പറഞ്ഞ സാധനം മനസ്സിലായി. കർവിയോ? അതാരാ? എന്റെ ദൈവമേ, എന്റെ പൊന്നു മുഹമ്മദ് എന്തോന്നാ പറഞ്ഞേ? എന്തിയ മുഹമ്മദ്, എന്തിയ കുഞ്ഞെ കാണട്ടെ നിന്റെ മുഖം. നീ എന്താ പറഞ്ഞേ? സ്കർവി വാങ്ങിച്ചു തരണമെന്നോ? അല്ല, സ്കർവി എന്താന്ന് മനസ്സിലായിട്ടില്ല. സ്കർവി എന്താന്ന് മനസ്സിലായില്ലേ? വീഡിയോ കാണിച്ചെന്നില്ലേ, ഫോട്ടോ കാണിച്ചെന്നില്ലേ? ഈ ബ്ലഡ് വരുന്നത്, ബ്ലഡ് വരുന്ന വായിലൊക്കെ ബ്ലഡ് വരുന്ന ഫോട്ടോ ഞാൻ കാണിച്ചെന്നില്ലേ? ദാറ്റ് ഈസ് സ്കർവി. ഓക്കെ, സ്വെല്ലിങ്, അതായത് ഇങ്ങനെ നീര് വെക്കുന്ന പോലെ വരും, പൊട്ടും, ബ്ലഡ് ഒക്കെ വരുന്ന കാണിച്ചെന്നില്ലേ ഫോട്ടോ ടീച്ചർ? ദാറ്റ് ഈസ് സ്കർവി. ഓക്കെ, അത് വരാതിരിക്കാൻ എനിക്ക് ഒരു വട്ടം വന്നിട്ടുണ്ട്.
എനിക്കൊരു വട്ടം വന്നിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അനീമിയയുടെ മീറ്റ ഗർ റൈസിൻസ്. റൈസിൻസ് മീൻസ് റൈസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഉണങ്ങിയ റസ്ക് പോലെയുള്ള സാധനങ്ങൾ. ഡ്രൈഡ് ഫ്രൂട്ട്സ്, ബജ്ര, സ്പിനാച്ച്. സ്പിനാച്ച് മീൻസ് ലീഫി വെജിറ്റബിൾസ്, ദാറ്റ് ഇസ് ചീര. പിന്നെ നമ്മുടെ വീട്ടിലുള്ള മറ്റ് ലീഫി വെജിറ്റബിൾസ് ഇല്ലേ, പംകിൻ ലീവ്സ്, ഡ്രം സ്റ്റിക്സ് ലീവ്സ്, അങ്ങനെയുള്ള നമ്മുടെ വീടുകളിൽ കറി വെക്കുന്ന എല്ലാ ഇലക്കറികളും നല്ലതാണ്. ഈ അയൺ കിട്ടും, ഇരുമ്പ് സത്ത് കിട്ടും നമുക്ക്. അതുകൊണ്ട് അതൊക്കെ കഴിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കേണ്ടി വരും അനീമിയ പിടിച്ചിട്ട്. ഓക്കെ. If you want to be a good child, healthy person, what you have to do? You have to eat all these fruits and other food items. ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫുഡ് ഐറ്റംസും ശരിക്കും തിന്നണം. അല്ലാതെ only ചിക്കനും മട്ടനും മാത്രം തിന്നാൽ എന്താ പറ്റുന്നത്? ഈ പറഞ്ഞ എല്ലാ രോഗങ്ങളും ഉണ്ടാകും. ഏതൊക്കെ? നൈറ്റ് ബ്ലൈൻഡ്നെസ്, ബെറിബെറി, സ്കർവി, റിക്കറ്റ്സ്, ഗോയിറ്റർ, അനീമിയ, ഇതെല്ലാം ഉണ്ടാകും. ഓക്കെ. Next one, okay, നമുക്ക് ഇനി പഠിക്കാം. Next, causes of communicable diseases. So in the last class we were studying about diseases. Two types of diseases are there. One is communicable or infectious diseases, and second one is non-communicable or non-infectious. എന്ന് പറഞ്ഞാൽ ഒന്ന് communicable means which is spread from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളാണ് communicable diseases or infectious diseases. Next one എന്ന് പറഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ, അതായത് ഒരാളിൽ നിന്ന് പകരുന്നില്ല അത്. ഇപ്പൊ എന്റെ കാലിന് ഒരു വേദന വന്നു, അല്ലെ എന്റെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്റെ ലിവറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അതുകൊണ്ട് എന്നെ ശുശ്രൂഷിക്കുന്ന ആൾക്കോ ഡോക്ടർക്കോ നഴ്സിനോ ആ രോഗം പിടിക്കത്തില്ല. മനസ്സിലായോ? എനിക്ക് മാത്രമേ ഉള്ളൂ അത് പറ്റും. ബട്ട് എനിക്ക് കോവിഡ് ഉണ്ടെങ്കിൽ എന്നെ ശുശ്രൂഷിക്കുന്ന ആൾക്കെല്ലാം പിടിക്കും, അല്ലേ? ദാറ്റ് ഈസ് കമ്മ്യൂണിക്കബിൾ. But this kidney diseases or heart diseases and all will not spread to other persons. Then, what are the reason for communicable diseases? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്? ഫസ്റ്റ് വൺ, ജേംസ് കോസ് ഡിസീസസ്. സാധാരണ നമുക്കറിയാം എന്തെങ്കിലും ജേംസുകളാണ്. ജേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുക്കൾ, രോഗാണുക്കളാണ് രോഗം പരത്തുന്നത്. സാധാരണ നമുക്കറിയാം മേ ബി വൈറസ്, ബാക്ടീരിയ, ലൈക്ക് ദാറ്റ് വേ. These are very tiny living things which can be seen only through microscope. Germs are many kinds. So these germs we cannot see with our naked eye. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടല്ല ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ഒന്നല്ല ഈ ജേംസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ചൂടുവെള്ളം കോരി ഒഴിക്കോ, ഡെറ്റോൾ ഒഴിക്കോ, അല്ലെ ഏതെങ്കിലും ഇത് മണ്ണെണ്ണ ഒഴിക്കോ, തീ കത്തിക്കോ, എന്തെങ്കിലും ചെയ്ത് അതിനെ നശിപ്പിക്കാൻ പറ്റും, അല്ലേ? We know that sometimes we Josie can't control her. Sometimes we know that in our house small ants will come, isn't it? Not one, not two, not three. They will come in very big group. Father, mother, grandpa, grandma, great grandpa, uncle, auntie, daughters, little daughters, neighbors, like that way. So many ants will be there, isn't it? What you will do? If so many ants comes to your house, how you will try to avoid them or how you will chase them? Grace, answer me. If so many ants comes to your house, how you will chase them? Unmute fastly. എല്ലാവരും കണ്ടുപിടിച്ചോ? If ants comes, how you will chase them or how you will avoid it? She will pour kerosene. Okay. Anything else you know? Only one. Okay. Muhammad K, please unmute and tell me. If so many ants comes to your house, how you will avoid them? He won't do anything. He will sleep with that. Okay. He will become very close friendship with our sons, and he will play with them. Okay, leave it. Nashmi Priya, how you will avoid the answer? Fastly unmute ma. തീ കത്തിക്കും. Okay. That is another method. Usually I too will do like that way. I will take some coconut leaves or some peppers and all. Then I will lit fire and I will try to avoid it. Okay. Next, Adul, what your mommy will do?
Adil, please. Adil also, I think he will not chase her. He will make a friendship with that. Like Muhammad, he will play. Okay. Angel, how your mommy will chase her? How she will try to avoid it? She will. Okay. Now, 2-3 methods have been said. One is we will pour kerosene. Some will burn it. Some means you will try to use. We will use fire and try to burn it. Okay. Any other methods? Anybody knows? Where other method than Kariyavo? Josie. Okay. Please unmute and say. Magic chalk varaikkum. Okay. Lakshman Rekha, chalk varaikkum. Okay. That is poisonous. Okay. That is another method. Any other things? Where other Grace in the Manjal podi idum. Okay. That is natural aayittulla sadhanam alle. Okay. Manjal podi idum. Okay. Very good. Who said that? Urumbinu oru podi undu sir. Urumbinu podi undu. Enna podi urumbodiya? DD powder alle. Okay. Anything else? Where other method ariyabo? Ruvais, are you in the vehicle? Okay. Arkela, where other method ariyabo? Okay, this may be enough. Okay, now see, appa namakku ariya ingane nammal കാണുന്നതാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അതിനെ എന്തെങ്കിലും വിധത്തിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ തീ കത്തിച്ചിട്ടോ മണ്ണെണ്ണ ഒഴിച്ചിട്ടോ പിന്നെ ഉറുമ്പുവേന മറ്റേ പൊടി DD പൗഡർ പോലെ എന്തെങ്കിലും പോയിസൺ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി എന്തെങ്കിലും ഇട്ടിട്ട് ചെയ്യും ബട്ട് ഇഫ് യു കാൺട്ട് സീ മീൻസ് വാട്ട് വിൽ ഡു പരിക്കകത്ത് മൊത്തം മണ്ണെണ്ണ ഒഴിക്കാൻ പറ്റുമോ പരിക്കകത്ത് മൊത്തം തീ കത്തിക്കാൻ പറ്റുമോ നോ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഓക്കെ സോ germs, so we get diseases through germs and germs that we cannot, germs are that are not seen by our eyes. We have to use high power microscope and all to see the these organisms. ഇത് മൈക്രോ ഓർഗാനിസംസ് വളരെ സ്മോൾ ആണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല നമ്മൾ വലിയ മൈക്രോസ്കോപ്പ് ഒക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ സോ ഫസ്റ്റ് വൺ ഈസ് ബാക്ടീരിയ ബാക്ടീരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മൈക്രോ ഓർഗാനിസം ആണ് ദാറ്റ് സ്പ്രെഡ്സ് ഡിസീസ് ബാക്ടീരിയ കോസസ് ഡിസീസസ് ലൈക്ക് പ്ലേഗ് ട്യൂബർക്ലോസിസ് ടൈഫോയിഡ് ആൻഡ് ന്യൂമോണിയ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ് പ്ലേഗ് ബട്ട് പ്ലേഗ് ഈസ് നോട്ട് നവഡേയ്സ് ഇസ് നോട്ട് ഫൗണ്ട് ഇപ്പൊ അധികം ഒന്നും പ്ലേഗ് ഒന്നും നമ്മുടെ ഇവിടെ ഒന്നും പ്ലേഗേ ഇല്ല കാരണം നമ്മൾ അതിനൊക്കെ വാക്സിൻ എടുക്കുന്നുണ്ട് ഒരു കാലത്ത് ഒരുപാട് പേർക്ക് പ്ലേഗ് വന്നിട്ട് മരിച്ചു പോയിട്ടുണ്ട് പക്ഷെ അതിനുശേഷം വാക്സിൻ ഒക്കെ കണ്ടുപിടിച്ച് നവഡേയ്സ് പ്ലേഗ് ഈസ് നോട്ട് ദെയർ ഓക്കെ പ്ലേഗ് എന്ന് പറയുന്നത് എലി കടിച്ചിട്ടുണ്ടാകുന്ന ഒരു രോഗമാണ് എലി കടിച്ച വശത്ത് നമ്മൾ എലിപ്പനി എന്നൊക്കെ പറയില്ലേ എലിപ്പനി ഉണ്ടാകുന്ന പോലെ തന്നെ ഒരു രോഗമായിരുന്നു പ്ലേഗ് നെക്സ്റ്റ് ട്യൂബർക്ലോസിസ് TB എന്ന് പറയുന്ന ക്ഷയരോഗം ചുമച്ചുണ്ടാകുന്നത് നിങ്ങൾ അതിൻ്റെയൊക്കെ പഴയ വീഡിയോ ഇപ്പൊ ഒന്നും ആർക്കും തന്നെ അങ്ങനെ TB ഇല്ല നെക്സ്റ്റ് ടൈഫോയിഡ് ആൻഡ് ന്യൂമോണിയ ദീസ് ബോത്ത് ആർ ഫീവർ ടൈപ്പ് പനി വരുന്നത് പോലെയുള്ള അസുഖങ്ങളാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് വൈറസ് virus also is a unseen means very small microorganisms that cannot be seen by our eyes and virus cause diseases like the common cold measles chickenpox polio AIDS and influenza ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ എല്ലാം പനി ജലദോഷം പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ് ആൻഡ് നൗ വി നോ ദാറ്റ് എ ഗ്രേറ്റ് ഡിസീസ് കോൾഡ് കോവിഡ് ഓൾസോ ഈസ് കോസ്ഡ് ബൈ വൈറസ് കൊറോണ വൈറസ് നല്ല പേര് അല്ലേ കൊറോണ വൈറസ് എന്ന് പറയുന്ന ഈ പുസ്തകമൊക്കെ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് കൊറോണ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അന്ന് ജനിച്ചിട്ടേ ഇല്ല കൊറോണ അതുകൊണ്ടാണ് കൊറോണയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാത്തത് ഓക്കെ നെക്സ്റ്റ് വൺ ഈസ് പ്രോട്ടോസോവ കോസസ് ഡിസീസ് ലൈക്ക് മലേറിയ ആൻഡ് ഡിസെൻട്രി എന്ന് പറയുന്ന അസുഖങ്ങളും മലേറിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ പടർത്തുന്ന ചെറിയ രോഗമാണ് പ്രോട്ടോസോവ The spread of germs. How does this germs spread? ഇവരെങ്ങനെയാണ് പെറ്റുപെരുകുന്നതെന്ന് നിങ്ങൾ ഈ കൊറോണ തുടങ്ങിയ സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൊറോണ എങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്നൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ വാട്സപ്പിലൊക്കെ കുറേ വീഡിയോ സ്പ്രെഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ വൺ കൊറോണ ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരാൾക്ക് കൊറോണയുണ്ട് അയാൾ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്തു ഞാൻ പോയിട്ട് അവിടെ ടച്ച് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ കം ടു അവർ ഹാൻഡ് അതെൻ്റെ കയ്യെ പറ്റും ഞാൻ കാണുന്നില്ല ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് മൂക്കിൽ ഇങ്ങനെ തൂക്കണം തോന്നും മൂക്കിൽ തൂക്കും നേരെ മൂക്കിൽ കൂടെ കയറിപ്പോവും അല്ലെ കണ്ണ് തൂക്കും അല്ലെ വായിൽ എന്തെങ്കിലും അങ്ങനെ എനിവേ
One will go into our lungs. ഒരെണ്ണം നമ്മുടെ ഉള്ളിൽ പോയി കഴിഞ്ഞു അവിടുന്ന് അത് പ്രസവിച്ച് മക്കളുമായി ആ മക്കളുടെ മക്കളുമായി പിന്നെയും മക്കളായി പിന്നെയും മക്കളായി അങ്ങനെ so many virus will be there within few days. കുറേ 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് വൈറസ് ആയിട്ട് പെരുകും അല്ലേ? And see, we will see spread of germs. Germs can travel from a sick person's body to a healthy person's body. This is why patients with infectious disease should be kept away from others until they are well again. Germs can spread through the various ways. See, from one person to another person, how it goes the അത് പല രീതിയിൽ പോകും. മേ ബി നമ്മുടെ ടച്ചിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസത്തിലൂടെ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഒക്കെ ആയിട്ട് അങ്ങനെ പകരും. ഇനി ഒരു ആളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഈ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓർ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉള്ള ആളെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറയുന്നത്. കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളോട് ഇറങ്ങി നടന്നാൽ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്തുകൊണ്ട്? അവരെ ആരോഗ്യ പ്രവർത്തകർ വന്ന് പിടിച്ചോണ്ട് പോകുന്നത് എന്തുകൊണ്ടാ? ബിക്കോസ് ഞാനിപ്പോ കൊറോണയുടെ കാര്യം പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാവുന്ന കാര്യം ആയതുകൊണ്ടാണ് കേട്ടോ. ഏത് രോഗത്തിനാണെങ്കിലും ഇങ്ങനെ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഉള്ള ഒരാള് എപ്പോഴും വീട്ടിൽ തന്നെ മറ്റുള്ളവരിൽ നിന്ന് അകലം പാലിച്ച് സ്വന്തമായിട്ട് ഒരു റൂമിൽ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ഇരിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സപ്പോസ് ഐ എം ടെല്ലിങ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കണ്ണിൽ ചെങ്കണ്ണൊക്കെ വരികയല്ലേ, കണ്ണൊക്കെ ചുമന്നിട്ട് പീലൊക്കെ എത്തുന്ന അസുഖങ്ങളൊക്കെ വന്ന് അത് പെട്ടെന്ന് നമുക്ക് മറ്റുള്ളവർക്ക് പകരുന്ന ചെങ്കണ്ണൊക്കെ, കാരണം ഷുഗർ എന്നൊക്കെ പറയുന്നത് ഡ്രസ്സായി പോലെ. അപ്പം അത് അന്ന് നിങ്ങൾ കണ്ണിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വന്നതിന് ശേഷമാണ് നിങ്ങൾക്ക് ആ സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്തെങ്കിൽ നമ്മൾ പേരൻസിനെ വിളിച്ച് വേഗം പറഞ്ഞു വിടും. എന്തുകൊണ്ടാണ്? ബിക്കോസ് അതർ സ്റ്റുഡൻസ് ഓൾസോ വിൽ ഗെറ്റ്. സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് കുട്ടികളുണ്ട്, മറ്റു കുട്ടികൾക്കും കിട്ടും വേഗം അല്ലേ? അപ്പൊ നിങ്ങൾ വീട്ടിലാണെങ്കിൽ പോയാലും വീട്ടിൽ പോയിട്ട് ഓരോരുത്തർ അയലോക്കത്തൊന്നും കളിക്കാനൊന്നും വിടിയല്ല. ആൻഡ് ചിക്കൻ ബോക്സ്, മീസൽസ് ഇങ്ങനെയുള്ള അസുഖങ്ങൾ, ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണം. അമ്മ എവിടെയും വിടിയല്ല, അയലോക്കത്തെ വീട്ടിലൊന്നും കളിക്കാനൊന്നും വിടിയല്ല. അയലോക്കത്തെ പിള്ളേർ വന്ന് അവരുടെ കൂടെ കളിക്കാൻ സമ്മതിക്കുകയില്ല. വൈ? ബിക്കോസ് ദോസ് സ്റ്റുഡൻറ് ഓൾസോ, ദോസ് ചൈൽഡ് ഓൾസോ വിൽ ഗെറ്റ്, നോട്ട് ഓൺലി ചൈൽഡ്, എൽഡേഴ്സ് ഓൾസോ. Usually if one person gets such diseases at home, all other family members also may get. ഒരാൾക്ക് ചിക്കൻ ബോക്സ് വന്ന വീട്ടിൽ എല്ലാവർക്കും വരാൻ സാധ്യതയുണ്ട്. Possibilities are there because we may use their clothes, towels, especially towels and all, plates. അവർ ടച്ച് ചെയ്ത പ്ലേറ്റ്, ഭക്ഷണം കഴിച്ച പ്ലേറ്റ് അല്ലെങ്കിൽ അവർ ഉപയോഗിച്ച ടവല്, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചെന്ന് വരും. പ്രത്യേകിച്ച് കുട്ടികൾ ഒരു വീട്ടിലാകുമ്പോൾ നമ്മൾ സാധാരണ നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ടവലും ഒന്നും ഉണ്ടായെന്ന് വരത്തില്ല. തോർത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തുണികള് അങ്ങനെയുള്ളതൊക്കെ സെപ്പറേറ്റ് ഓരോരുത്തർക്കും ഒന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെല്ലാം ഷെയർ ചെയ്താണ് യൂസ് ചെയ്യുന്നത് ഇൻ ഫാമിലി അല്ലേ? അപ്പം ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ. ബട്ട് സംടൈംസ് വെൻ വി ഹാവ് ദിസ് ടൈപ്പ് ഓഫ് ഡിസീസസ് വി ഷുഡ് നോട്ട് യൂസ് ദോസ് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് മെറ്റീരിയൽസ്. Germs can be spread through various ways. First one is direct contact. Touching a sick person, his clothes or other objects used by him can pass on germs. So if I have a infected diseases or communicable disease and my things, my belongings, means my dresses, my other materials, what I have touched will have germs, maybe carrying germs. And if another person touches such a things, they also will get that sickness. ഞാൻ തൊട്ട, എനിക്ക് അസുഖമുള്ള ഞാൻ തൊട്ട എന്ത് വസ്തു, എൻ്റെ ടവലോ എന്തു ആയിക്കോട്ടെ, അത് വേറൊരാൾ എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്കും ഈ അസുഖം പിടിപെടും. ദാറ്റ് ഈസ് ഡയറക്റ്റ് കോണ്ടാക്ട്. Disease like a ringworm, whooping cough, chicken pox, measles, scarlet fever and common cold spread through in this manner. ഇങ്ങനെയാണ് ഈ ജലദോഷമൊക്കെ നമുക്കറിയാം. വീട്ടിൽ ഇപ്പം നിങ്ങൾക്ക് ജലദോഷമുണ്ട്, ചേട്ടനും അനിയനും അനിയത്തിക്കൊക്കെ വരും അല്ലേ? പ്രത്യേകിച്ച് കാരണം നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ സാധാരണ കുട്ടികളൊക്കെ ഒന്നിച്ചായിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഫെക്റ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഫസ്റ്റ് വൺ ഈസ് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ. നെക്സ്റ്റ് വൺ ഈസ് ഫുഡിലൂടെ. ഹൗ ഡസ് ഇറ്റ് ഗെറ്റ്? ഫുഡ് ആൻഡ് വാട്ടർ ഗെറ്റ് ഇൻഫെക്റ്റഡ് ബൈ കോക്രോച്ചസ്, ഫ്ലൈസ്, റാറ്റ്സ് ആൻഡ് അതർ സ്മോൾ അനിമൽസ്. സംടൈംസ് ഞാൻ നോക്കട്ടെ ഇവിടെ എത്ര പേർക്ക് അങ്ങനെ ഉണ്ടെന്ന്. Sometimes a mummy will serve food on the and she will keep on the table. You may be watching game on computer or mobile or in TV, and mommy will tell, "Hey, my dear child, come and have your lunch. Your food is on the table." Then what you will tell? "Mommy, wait, I'll come very fast. Or this game is going to be over. After this game, I'll come."
But that game will be over. You will enter into the next game, and your food will be waiting on the table. Isn't it? Food will be waiting on the table and you will be playing with the game or watching TV or something, whatever may be your business. So when the food is there, when fly passes through that way, fly sees food there. What that fly will do? Fly will, if that child is not tasting, why don't I can't taste? ആ കൊച്ചിന് ഫുഡൊന്നും വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് തിന്നാലെന്നാ എന്ന് ആര് വിചാരിക്കും? ഫ്ലൈസ്, ഈച്ച വിചാരിക്കും. And that fly will come and sit on your food. Isn't it? Do you know from where does this fly comes? ഈ ഫ്ലൈ എവിടുന്ന വന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? Maybe from your toilet. അയ്യോ, എന്താ മുഖലം പോത്തി പിടിക്കുന്നുണ്ടല്ലോ. ഈച്ച എവിടുന്ന വന്നതറിയാവോ? അതിങ്ങനെ കറങ്ങി തിരിഞ്ഞാൽ വീടും കുടുംബമൊന്നും ഇല്ലല്ലോ. അപ്പൊ അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ കിറ്റിയോടത്തല്ല ഇരുന്ന് വേർ ദർ ഈസ് ഡേർട്ടി. ഈ ഫ്ലൈസിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല സ്ഥലത്തൊന്നും പോയിരിക്കുന്ന സ്വഭാവമൊന്നുമില്ല. ഭയങ്കര ഡീസന്റാ. വൃത്തികെട്ട സ്ഥലത്ത് മാത്രമേ ഇരിക്കുള്ളൂ. അപ്പോൾ ആ വൃത്തികെട്ട സ്ഥലത്ത് ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഡേർട്ടി തിങ്സ് he will be carrying those dirty things with his legs and all. ഫ്ലൈസിന്റെ കാലിലും കയ്യിലും ഒക്കെ ആ വേണ്ടാത്ത അഴുക്കുകളെല്ലാം ഉണ്ടാകും. നമ്പർ 2 ഓഫ് കാറ്റ്, ഡോഗ്, ഹ്യൂമൻ ബീങ്സ്, കൗവ്, എല്ലാത്തിനും നമ്പർ 2 എല്ലാം ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പുള്ളി വരുമ്പോൾ നിങ്ങളുടെ ചോറ് മേശപ്പെടുത്തിരുന്ന് ചിരിച്ച് കാണിക്കുന്നത്. നിങ്ങളോ ടിവിക്കകത്ത് ഗെയിം കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ? സോ വാട്ട് ദാറ്റ് ഫ്ലൈ വിൽ ഡു? ഫ്ലൈ വിൽ ഗോ ആൻഡ് സിറ്റ് ഓൺ ദാറ്റ് ഫുഡ്. After some time, when the current is gone or when mummy is cold, you will get up and come and have this lunch from the table. How tasty it is, isn't it? നല്ല ടേസ്റ്റി ആയിരിക്കില്ല അപ്പം. കാരണം ഫ്ലൈ ഒക്കെ വന്ന് നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് കുറച്ച് തിന്നിട്ട് പോയതായിരിക്കും അല്ലേ? See, this happens in almost everybody's house. മിക്കവാറും എല്ലാ പിള്ളേരുടെയും വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അമ്മ ഫുഡ് എടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. പകരം ഫ്ലൈസ് വന്നിരിക്കും, അതിനുശേഷം തിന്നും. നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ ഇന്ന് ഫുഡ്, നല്ല സൂപ്പർ ഭക്ഷണം എന്നും പറയും അല്ലേ? സോ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. Whenever your mother calls you for food, you have to go and have your food. And remind your mummy if you are late for food to close and keep it. We have to eat only closed food. ഇപ്പൊ നിങ്ങൾ കഴിക്കാൻ താമസിച്ചാണെങ്കിലും ഫുഡ് ഒരിക്കലും ഓപ്പൺ ആയിട്ട് വെക്കാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി അൺഓപ്പൺഡ്, മീൻസ് ഷുഡ് ക്ലോസ് ആൻഡ് കീപ്പ്. മനസ്സിലായോ? തുറന്നു വെച്ചിരിക്കുന്ന ഫുഡ് ഒരിക്കലും നിങ്ങൾ കഴിക്കാൻ പാടില്ല. കാരണം നമ്മൾ കണ്ടാലും ഇല്ലേലും ഈച്ചയൊക്കെ വന്നിരിപ്പുണ്ടാകും. ഈ ഫുഡിന്റെ ഒക്കെ സ്മെല്ല് വരും. നമ്മൾ പറഞ്ഞ ഈ ഈച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലൈസ് നെവർ വിൽ സിറ്റ് ഓൺ ക്ലീൻ പ്ലേസസ്. ഇപ്പൊ നിങ്ങളുടെ വീട് അടിച്ചു വൃത്തിയാക്കി തുടച്ചിട്ടിരിക്കുന്ന അവിടെ ഒരു ഈച്ചയെങ്കിലും കാണാനുണ്ടോ നിങ്ങളുടെ വീട്ടില്? ഇഫ് യു ആർ ക്ലീൻഡ്, if you are not cleaned, how many flies will be there? So many will be there. So the special feature of a fly is it will sit always in dirty places. വൃത്തിയുടെ സ്ഥലത്ത് മാത്രമേ ഇരിക്കുള്ളൂ. എന്നിട്ടാണ് വന്നിട്ട് നമ്മുടെ നല്ല ഫുഡിനകത്തും വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഫുഡ് ക്യാൻ ബി ഇൻഫെക്റ്റഡ് ബൈ ഫ്ലൈസ്, കോക്രോച്ചസ്, റാറ്റ്സ്. കോക്രോച്ചസ് ഒക്കെ വീട്ടിലില്ലേ ഇഷ്ടം പോലെ? ഓക്കെ. എന്റെ റിഹാൻ കുട്ടാ, സിറ്റ് പ്രോപ്പർലി. കോക്രോച്ച് വന്നാ അവിടെ നിന്ന് പിടയ്ക്കുന്ന ഇരിക്കുന്നോർത്തുനിന്ന്. ഈ റിഹാൻ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നു. വഴിയെ പോകുന്ന എല്ലാവരുടെയും ലിസ്റ്റ് എടുക്കും തോന്നുന്നു ക്ലാസ്സിന്റെ ടൈമിൽ അല്ലേ? ഒരു ബുക്കും പേപ്പറും സൈഡിൽ വെച്ചിട്ടുണ്ടോ? എത്ര വണ്ടി പോയി, എത്ര ചേട്ടന്മാര് പോയി, എത്ര ചേച്ചിമാര് പോയി, how many dogs passed, how many cats passed? Are you writing on your notebook that list? Then sit straightly, turn this side. Sit straightly and turn this side. Mobile ഒരു സൈഡില്, he is facing the road and watching the people, those who are passing through that way. Okay. So food and water get infected by cockroaches, flies, rats and other small animals. Touching food and water with unclean hands makes the food and water dirty. നമ്മുടെ hand, we should wash the hand. Ayyo, our time is up. Class will be cut off. We'll continue the class in the next. Do you have computer today? Yes, during that computer period I will take science. Okay.
Bye then. Time is up.